ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു ഇടപെടൽ സംശയിക്കേണ്ടതുണ്ട് എന്നാണ് ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ ഉണ്ടായിരിക്കുന്ന നിരീക്ഷണം. അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ആ ഒരു കോടതി ഇടപെടലിനെ, കോടതിയുടെ നിരീക്ഷണത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? വളരെ ഗൗരവത്തോടെ കാണണം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോ സ്വർണം ഉരുക്കി വിറ്റു എന്ന് പറയുന്നത് ബാക്കി പലരിലേക്കും അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്വർണം ഉരുക്കിയെടുത്തു എന്നും ആ ചെമ്പ് ഇല്ലാതായി എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എന്തു ചെയ്തു എന്ന ചോദ്യമില്ലാതെയാകും. യഥാർത്ഥത്തിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരു 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഇത്രയും കാര്യം ചെയ്തതെന്ന്? ഒരു 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഇത്രയും വലിയ ഗൂഢാലോചന നടത്തിയെന്ന് ആർക്കെങ്കിലും കരുതാൻ കഴിയുമോ? കോടാനുകോടി രൂപ വില വരുന്ന സ്വർണ്ണ വിഗ്രഹങ്ങൾ, ആന്റിക് വാല്യൂ ഉള്ള, ഡിവൈൻ വാല്യൂ ഉള്ള വിഗ്രഹങ്ങൾ, നമ്മുടെ പല വിഗ്രഹങ്ങളും അങ്ങനെ അറിയാം, ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് മാർക്കറ്റിൽ വലിയ വാല്യൂ ആണ്. അത്തരക്കാരെ പോലും ഹൈക്കോടതി സംശയിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ളതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അന്വേഷണം വേണം. ഇതിന്റെ പിന്നിൽ ഒരു മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ദേവസ്വം ബോർഡാണോ മാഫിയ, ദേവസ്വം ബോർഡ് ആ മാഫിയ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം മാത്രമേ അറിയാനുള്ളൂ. കാര്യം അത്രമാത്രം റാമിഫിക്കേഷൻസ് ഉള്ളതാണ്. ഓർക്കുക, ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ്, സുവോമോട്ടു കേസാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആഴമേറിയ അന്വേഷണം വേണം. എങ്ങനെങ്കിലും അന്വേഷണം ഉന്നത തലങ്ങളിലേക്ക് എത്താതിരിക്കാനാണ് പല ആൾക്കാരും നോക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോട്ടിയും സ്മാർട്ട് ക്രിയേഷൻസും ഒക്കെ സ്വയം തെറ്റ് ഏറ്റെടുക്കുന്നത്, കുറ്റം ഏറ്റെടുക്കുന്നത്. അങ്ങനെയല്ല, ഇവർ വെറും പ്യൂണും കൈയും കാലും മാത്രമാണ്, മാസ്റ്റർ ബ്രെയിനുകളാണ് ഇതിൽ പ്രവർത്തിച്ചത്. ശതകോടികൾക്കോ കോടിക്കണക്കിന് രൂപയ്ക്കോ ആണ് ഡീല് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ പ്രതിക്കൂട്ടിലായിട്ടുള്ള SITയുടെ പ്രതിപട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളവരും ഈ രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമെന്ന് വേണ്ടേ കാണാൻ? അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്, പ്രസിഡന്റ് ഉണ്ട്. ഞാൻ എന്താ പറയാ, എനിക്ക് പേര് പറയാൻ വിഷമമുണ്ട്. എല്ലാവരെയും അറിയാം ഞാൻ ആരെയാ ഉദ്ദേശിക്കുന്നതെന്ന്. കാര്യം നമുക്കൊക്കെ അത്ര അടുപ്പമുള്ള, സൗഹൃദമുള്ള, ഇഷ്ടമുള്ള 20 30 വർഷങ്ങളായി പരിചയമുള്ള വ്യക്തികളാണ് പലരും. അതുകൊണ്ട് വേദനയും വിഷമമുണ്ട്. പക്ഷെ അയ്യപ്പനെക്കാട്ടി വലുതല്ലല്ലോ അവർ. അയ്യപ്പന്റെ സ്വർണം കട്ടതിനെക്കാട്ടി വലുതല്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ രാജ്യാന്തര ബന്ധങ്ങൾ അന്വേഷിക്കണം. ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണം. കാര്യം അവരറിയാതെ ഇത് വെളിയിൽ പോകില്ലല്ലോ. ഒരു ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാൽ സ്വർണം ചെമ്പാക്കി മാറ്റാൻ പറ്റൂ, ഒരു സുധീഷ് വിചാരിച്ചാൽ സ്വർണം ചെമ്പാക്കി മാറ്റാൻ പറ്റൂ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു പ്ലാൻഡ് പോളിസി ഡിസിഷൻ ഉണ്ട്, ഒരു പോളിസി ഉണ്ട്, മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ആ മാസ്റ്റർ ബ്രെയിനിലേക്ക് എത്തണം. ഹൈക്കോടതി, ഞാൻ ഇപ്പൊ ഫിൻലാൻഡിലാണ്, അവിടെ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ വായിച്ചില്ല, പ്രധാന മാധ്യമങ്ങളിൽ ഇത് വായിച്ചേ ഉള്ളൂ. ഹൈക്കോടതി സൂചിപ്പിക്കുന്നതും ഇതിന്റെ പിന്നിലുള്ള മാസ്റ്റർ മൈൻഡിലേക്ക് എത്തണം. മാത്രമല്ല, ഹൈക്കോടതി ഓരോ അക്കങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് പോലീസിന്. ഇത് അന്വേഷിക്കൂ, അതന്വേഷിക്കൂ, മറ്റേത് അന്വേഷിക്കുന്നു. അപ്പൊ ഹൈക്കോടതി ഈ കാര്യത്തിൽ തീരുമാനിച്ചുറച്ചതാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ഹൈക്കോടതി പിടിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.